നമസ്കാരം. മനോരമ പോലുള്ള സ്ഥാപനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ തൊലയേണ്ടതാണെന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്നാൽ ഒരു വാർത്ത നിങ്ങളെ കാട്ടിത്തരാം. അതിന് തൊട്ടു മുന്നോടിയായിട്ട് ഒരു വാചകം പറയാനുള്ളത്, നമ്മുടെ നാടിൽ അഭിമാനകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംവിധാനത്തിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഈ നാടിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം വീടിനകത്തുള്ള കാര്യമാണെങ്കിൽ പോലും ആലോചിച്ചു. ഇപ്പോൾ മനോരമ എന്ന കുടുംബത്തിനകത്ത് നിന്നുകൊണ്ട് മനോരമ എന്ന സ്ഥാപനത്തിന് എന്തെങ്കിലും പ്രതിസന്ധി വരുന്ന സന്ദർഭത്തിൽ അതിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ മനോരമ ആ ജീവനക്കാരനോട് എങ്ങനെയായിരിക്കും പെരുമാറുക? അതൊരു ഉദാഹരണമാക്കി നമുക്ക് ചോദിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഒരു വാർത്ത കാട്ടിത്തരികയാണ്. ഇന്നിപ്പോൾ മനോരമ അടിച്ചിറക്കിയ ഒരു കാർഡാണ്. ഇതേ നോക്കിയേ. സംസ്ഥാനത്ത് പാചകവാതക പ്രതിസന്ധി രൂക്ഷമാണ്. അത് രൂക്ഷമായതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിലെ പല മേഖലകളും അതീവ പ്രതിസന്ധിയിലാണ്. ആ നിലയ്ക്ക് നമ്മുടെ നാടിന്റെ അഭിമാനകരമായി മാറിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് ടൂറിസം പദ്ധതികൾ. ഇന്നിപ്പോ പാചകവാതകത്തിന്റെ ഷോർട്ടേജ് ആ മേഖലയെ ബാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉള്ളിലൊരു ആശങ്കയില്ല, തകർന്നു പോകുമോ എന്നല്ലേ നമ്മുടെ ഈ നാടിനെ സ്നേഹിക്കുന്നവർക്ക് ഉണ്ടാകേണ്ടത്. പക്ഷേ മനോരമയുടെ ക്യാപ്ഷൻ എന്താണെന്ന് നോക്കിയേ. ഒരു കാർഡ് അടിച്ച് പുറത്തിറക്കിയിട്ടുണ്ട്. നോക്കിയേ. പാചകവാതക പ്രതിസന്ധി, ടൂറിസത്തിന്റെ ഗ്യാസ് പോയി. സംസ്ഥാനത്തെ ടൂറിസം കേന്ദ്രങ്ങളിൽ 32 ഹോട്ടലുകൾ അടച്ചു. 120 ഹോട്ടലുകൾ ഭാഗികമായി പ്രവർത്തനം നിർത്തി. ടൂറിസത്തിന്റെ ഗ്യാസ് പോയി. അതായത് ടൂറിസം എന്നത് ഒരു ഗ്യാസ് ആണത്രേ. ഈ ഒരു സംവിധാനത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ, അതായത് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്ന, നമ്മുടെ നാടിന്റെ യശസ് ഉയരുന്ന, നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ വികസനങ്ങൾ കടന്നു വരുന്ന, നമ്മുടെ നാടിന്റെ പ്രശസ്തിയെ ലോകത്താകമാനം എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് ടൂറിസം പദ്ധതി. അതിന് ഒരു പ്രതിസന്ധി സംഭവിച്ചപ്പോൾ മനോരമയുടെ ഉള്ളിലെ ആഹ്ലാദമാണ് ആ വരികളിലൂടെ പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെ ഒരു സംവിധാനം ഇന്നത്തെ കാലഘട്ടത്തിൽ തുടരേണ്ടതുണ്ടോ? തുലയണ്ടേ? സ്വാഭാവികമായിട്ടും നമ്മുടെ നാടിന്റെ നന്മകൾ തകരണമെന്നും അതിലെന്തെങ്കിലും തകർച്ച നേരിടുമ്പോൾ അതിൽ ഒരു സന്തോഷം കണ്ടെത്തുന്ന മനോഭാവത്തിലുള്ള എഴുത്തുകൾ നടത്തുക, പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ നാടിനെ സംബന്ധിക്കുന്നിടത്തോളം ഒറ്റുകാർ തന്നെയാണ്. ഏതുപോലെ സായിപ്പ് ഇവിടെ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ സായിപ്പിന് വിടുപണി ചെയ്തോളാം എന്നുള്ള നിലയ്ക്ക് അന്നത്തെ രാജ്ഞിയുടെ അടുത്ത് മനോരമയുടെ അന്നത്തെ പ്രതിനിധികൾ പറഞ്ഞ അതേ രീതിയിലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിന്റെ ടൂറിസത്തിന് നേരിയൊരു തിരിച്ചടി ഉണ്ടായപ്പോൾ ആ ഗ്യാസ് പോയി എന്ന രീതിയിൽ അതിനെ വലിയ ആഹ്ലാദപൂർവ്വം അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സംവിധാനം തുലയേണ്ടത് അനിവാര്യം തന്നെയാണ്. അത്തരമൊരു സംവിധാനം കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇന്നത്തെ കാലഘട്ടത്തിൽ അപകടകരമായ ഒരു സംവിധാനമാണ്. ആ വാർത്താ കച്ചവട സ്ഥാപനം കൊണ്ട് കേരളത്തിൽ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല, ഇനിയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാകാനും പോകുന്നില്ല. മാമൻ മാപ്പിളയുടെ കുടുംബത്തിന് പണം ഉണ്ടാക്കുന്ന ആ ഒരു സംവിധാനം കേരളത്തിന്റെ ഒരു മികച്ച പദ്ധതിക്ക് ഒരു പ്രതിസന്ധി നേരിടുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ കാലഘട്ടത്തിന്റെ ബാധ്യതയാണെന്ന് അടിവരയിട്ട് തന്നെ പറയേണ്ടി വരികയാണ്.